അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ബാക്കി വരുന്ന 3 മുതൽ 7 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം x1 1/3, അതുപോലെ കോമൺ ഡിഫറൻസ് 1/6, കോമൺ ഡിഫറൻസ് 1/6 വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിന് വരും എന്ന് കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട് എന്ന് തെളിയിക്കണം. എപ്പോഴും നമ്മളൊരു പ്രൂഫ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഓൾജിബ്രയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓൾജിബ്രയിലൂടെയാണ് നമ്മൾ പൊതുവായിട്ടൊരു കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള രൂപമാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഒരു സീക്വൻസിന്റെ പൊതുവായ രൂപമാണ് ആൾജിബ്ര. ഈ ആൾജിബ്ര ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പൊതു തത്വം പറയാം. അപ്പോൾ ഇവിടെ എല്ലാ നമ്പറും ഇതിൽ വരും, എല്ലാ നാച്ചുറൽ നമ്പറും ഇതിലുണ്ട്, അല്ലെ കൗണ്ടിങ് നമ്പറും ഈ സീക്വൻസിലുണ്ട് എന്ന് തെളിയിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ആൾജിബ്ര കാണുന്നതാണ്. അല്ലാതെ ഉദാഹരണങ്ങൾ വെച്ചിട്ടല്ല നമ്മൾ ഒരു പ്രൂഫ് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൾജിബ്ര ഒന്ന് കാണാം. എക്സൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു. nth ടേം എങ്ങനെയാണ് കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞത് dn + f - d ആണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ x1 തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ x1 = f നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/6n plus f = x1 1/3 - 1/6 എന്ന് is equal to 1/6n plus, നേരത്തെ നമ്മൾ പറഞ്ഞു 1 3 ഉം 1 6 ഉം ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6. 2 കൊണ്ട് 3നെ മൾട്ടിപ്പിൾ ചെയ്താൽ 6 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 2/6 എന്ന ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. 2/6 - 1/6 എന്ന് എഴുതാം. That is 1/6n plus 2 - 1, ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്യാം. 2 - 1 = 1, 1/6. ഒന്നുകൂടെ ഇതിന് രണ്ടിന്റെയും ഡിനോമിനേറ്റർ 6 ആണ്. അപ്പൊ 6 ഡിനോമിനേറ്റർ ആക്കി എടുത്താൽ 1 × n plus 1/6 xn. ഇതിന്റെ ഓൾജിബ്രിക് ഫോം n plus 1/6 ആണ്. ഇനി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇതിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട്. 1 2 3 4 5 എന്നൊക്കെ xn ആയിട്ട് വരും. ഇതിലെ ടേംസ് ആണ് 1 2 3 4 5 6 etc. ഇതൊക്കെ ഈ സീക്വൻസിൽ വരും എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഇതിന്റെ ന്യൂമറേറ്റർ n + 1 ആണ്, /6 ആണ്. 6ഓ 6ന്റെ മൾട്ടിപ്പിളോ ന്യൂമറേറ്ററിൽ വന്നാൽ ഇത് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ഇവിടെ 6 വന്നാൽ 6/6 1 ആവും. ഇവിടെ 12 വന്നാൽ 12/6 2 ആവും. ഇവിടെ 18 വന്നാൽ 6ന്റെ മൾട്ടിപ്പിൾ ന്യൂമറേറ്റർ വന്നാൽ എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ n ഇത് 6 ആവാൻ n ന് 5 എന്ന് കൊടുത്താൽ മതി. n ന്റെ വാല്യൂ 5 ആവുമ്പോൾ 5 + 1/6 6/6 = 1 എന്ന് കിട്ടും. xn = 1 എന്ന് കിട്ടും. ഇനി ഇവിടെ 12 ആണ്. അപ്പൊ n ന് 11 കൊടുക്കണം. n = 11 ആവുമ്പോൾ xn = 11 + 1 12/6 2 എന്ന് കിട്ടും. ഇനി ഇവിടെ മൂന്നാമത്തത് 6ന്റെ മൾട്ടിപ്പിൾ 18 ആണ്. n = 17 ആവുമ്പോൾ xn = 17 + 1 18/6 3 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഓൾജിബ്ര കാണുന്നു. ആ ഓൾജിബ്രയിൽ നിന്ന് ഇങ്ങനെ അതിന്റെ നാച്ചുറൽ നമ്പേഴ്സ് വരും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ഇത് പ്രൂവ് ചെയ്യുന്നതിനുള്ള രീതി. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 2/3. ഇങ്ങനെ വരുന്ന ഒരു സീക്വൻസിൽ പിന്നെ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല, എല്ലാ ഓഡ് നമ്പറും ഇതിൽ വരും എന്നും ഈവൻ നമ്പർ ഒന്നും ഇതിൽ വരികയില്ല എന്നും പ്രൂവ് ചെയ്യും. അതായത് ഈ സീക്വൻസിൽ 1 3 5 7 ഇതെല്ലാം ഉണ്ട് എന്നും 2 4 6 8 ഈ സീക്വൻസ് ഓഡ് നമ്പറിന്റെ സീക്വൻസ് ആണ് ഇതെന്നും ഈവൻ നമ്പർ ഒന്നും ഇതിൽ വരുന്നില്ല എന്നും നമുക്ക് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ nth ടേം കാണുക എന്നുള്ളതാണ്. xn = dnf - d
that is dn d is equal to 2 by 3n plus f minus d 1 by 3 minus 2 by 3. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടില്ല, ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിലൊക്കെ എഴുതിയിട്ടുണ്ട്. x is equal to dn plus f minus d 2 by 3n plus 1 by 3 minus 2 by 3 minus 1 by 3. 1 minus 2 minus 1, 3 are common denominators. That is 2n minus 1 by 3 എന്നാണ് x ഉണ്ടാവും. 2n minus 1 by common denominator 3. 2n minus 1 by 3 എന്നാണ് ഇതിന്റെ nth ടേം അല്ലെങ്കിൽ ഇതിന്റെ ആൾജിബ്ര. ഇനി നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ 2n minus 1 ഇതാണ് ന്യൂമറേറ്റർ by 3. 2n എന്ന് പറയുന്നത് 2n എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പറാണ്. 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഏത് നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഈവൻ നമ്പറാണ് കിട്ടുക 2n. ഈ ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ഓഡ് നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 2 മൈനസ് 1 1, 4 മൈനസ് 1 3. അപ്പോൾ ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ഓഡ് നമ്പർ ഉണ്ട്. അപ്പം ഒരു ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ നമ്പറാണ് കിടക്കുക. എന്നിട്ട് നമ്മൾ n is equal to 1 എന്ന് കൊടുത്താൽ 2 minus 1 1 by 3. എന്നിട്ട് നമ്മൾ 2 എന്ന് കൊടുത്താൽ 4 minus 1 by 3. n is equal to 2. n 2 ആവുമ്പോൾ 2 into 2 minus 1 by 3 എന്ന് വരും x. x is equal to 2 into 2 minus 1 by 3. That is 2 into 2 is equal to 4 minus 1 by 3. That is 3 by 3 is equal to 1. ഇപ്പോൾ 1 ഇതിലുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി എന്നിന് നമ്മൾ 3 എന്ന് കൊടുത്താൽ 2 into 3 6. 6 minus 1 5 by 3. എന്നിന് 4 എന്ന് കൊടുത്താൽ 2 into 4 8. 8 minus 1 7 by 3. എന്നിന് 5 എന്ന് കൊടുത്താൽ 2 into 5 10. ഇപ്പൊ n നമ്മൾ ഇനി n is equal to 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ x is equal to 2 into 5 minus 1 by 3 എന്ന്. That is 10 minus 1 by 3 is equal to 9 by 3 is equal to 3. അപ്പോൾ ഇതിന് 3 ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ 1 ഉണ്ട് 3 ഉണ്ട് 2 ഇല്ല. ഇനി നമുക്ക് 1 3 രണ്ടെണ്ണം കിട്ടി. 1 3 ഉള്ളത്. ഇനി 5 കിട്ടാൻ ഇവിടെ 16 വരണം. അപ്പോൾ എന്നിന് 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 into 8 16 minus 1 by 3 15 by 3 5 എന്ന് കിട്ടും. 7 കിട്ടാൻ 22 ആണ്. നമ്മുടെ 2 into n 22 11 എന്ന് കൊടുത്തു. എന്നിന് 11 എന്ന് കൊടുത്താൽ 2 into n 22 minus 1 21 by 3 is equal to 7. അപ്പൊ എല്ലാ ഓഡ് നമ്പേഴ്സും ഇതിലുണ്ട്, എന്നാൽ ഒരു ഈവൻ നമ്പർ ഇതിലുണ്ടാവില്ല. കാരണം ന്യൂമറേറ്റർ എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 3 5 7 എന്നൊക്കെ കിട്ടും. പക്ഷേ ഈവൻ നമ്പർ ഇതിൽ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 4 7 10. ഈ സീക്വൻസിന്റെ എല്ലാ ടേംസിന്റെയും പ്രൂവ് ദാറ്റ് ദി ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് സ്ക്വയർസ് ഓഫ് ഓൾ ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ബിലോങ്സ് ടു ദി സീക്വൻസ്. ഇതിന്റെയൊക്കെ സ്ക്വയറും ഇതിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. കാരണം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൂഫിന് വേണ്ടി നമ്മൾ xn കാണും. xn nth term is equal to dn plus f minus d. dn plus f minus d. dn is equal to ഞാൻ ചുരുക്കി ചെയ്യുന്നു 7 minus 4 3n plus 4 minus 3. That is 3n plus 1. xn is equal to 3n plus 1. ഇതിന്റെ സ്ക്വയർ n-ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നതാണ് ഈ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ xn-ന്റെ സ്ക്വയർ നമുക്ക് കാണാം. xn-ന്റെ സ്ക്വയർ ആണ് xn is equal to 3n plus 1. Therefore xn square is equal to ഏതൊരു ടേമിന്റെയും സ്ക്വയർ 3n plus 1 whole square. That is 3n plus 1 whole square is equal to 3n square plus 2 into 3n into 1 plus 1 square. X plus y whole square is equal to
എക്സ് സ്ക്വയർ പ്ലസ് 2xy plus y square. That is 3 square is equal to 9. 9n square plus 6n plus 1 എന്ന് കിട്ടും. 9n square plus 6n എന്നതിന് രണ്ട് ടേമിലും 3 കോമൺ ആണ്. 3n കോമൺ ആണ്. 3n into 9n square divided by 3n is equal to 9 divided by 3 is equal to 3. N square divided by n is equal to n. 3n into 3n is equal to 9n square. Plus 6n divided by 3n is equal to 6 by 3 is equal to 2. n divided by n is equal to 1. 2. Plus 1 എന്ന് കിട്ടും. ഈ 1. അപ്പോൾ ഇതിലെ സ്ക്വയറിന്റെ ഈ സീക്വൻസിന്റെ സ്ക്വയറിന്റെ ഓൾജിബ്ര xn is equal to 3n into 3n plus 2 plus 1 എന്നാണ്. 3n into 3n plus 2 എന്ന് പറഞ്ഞാൽ 3n ന്റെ മൾട്ടിപ്പിൾ. 3n into 3n plus 2 എന്ന് പറയുന്നത് എപ്പോഴും ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 കൊണ്ട് ഏതൊക്കെ ഈ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 3n into 3n plus 2 കിട്ടുന്നത്. 3n പ്ലസ് 1 ഒരു 3യുടെ മൾട്ടിപ്പിളിനെ 1 ആഡ് ചെയ്യുന്നതാണ് സ്ക്വയറിന്റെ xn. ഇതിന്റെ ഈ സീക്വൻസിന്റെ xnഉം 3n plus 1 ആണ്. ഒരു 3യുടെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നതും ഒരു നമ്പറിന്റെ 3 into n into 3n plus 2 plus 1, അതായത് 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നത്. ഇവിടെയും 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നത്. രണ്ടും ഈക്വൽ ആണ്. അതിനർത്ഥം ഈ എല്ലാ ടേമിന്റെയും സ്ക്വയർ ഈ സീക്വൻസിൽ, ഇതിന്റെയൊക്കെ ടേമിന്റെ ഒക്കെ സ്ക്വയറും സീക്വൻസിൽ ഉണ്ടാവും എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം രണ്ടിന്റെയും ഓൾജിബ്ര സെയിം ആണ്. 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നത്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന സീക്വൻസിൽ രണ്ടും ഉണ്ടാവും. ഈ ടേംസും ഉണ്ടാവും. ഈ ടേംസിന്റെ ഒക്കെ സ്ക്വയറും ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും എന്നാണ്. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 5, 8, 11 etc. It contains no perfect squares എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ പദങ്ങളൊന്നും വരുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് നമുക്കറിയാം. പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയുന്നത് 1, 4, 9, 16, 25, 36 ഇങ്ങനെയുള്ള നമ്പർ ഒന്നും വരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അതിന് ആദ്യം നമുക്ക് ഇതിന്റെ ഓൾജിബ്ര കാണാം. xn. ഇതിന്റെ xn എന്ന് പറയുന്നത് dn പ്ലസ് നമ്മൾ പറഞ്ഞു xn dn പ്ലസ് f മൈനസ് d. d എന്ന് പറഞ്ഞാൽ അവിടെ 8 മൈനസ് 5 അത് പറയുന്നില്ല. 3n പ്ലസ് f മൈനസ് d is equal to 5 മൈനസ് 3 is equal to 2. അപ്പൊ ഈ സീക്വൻസിന്റെ ഓൾജിബ്ര 3n plus 2 എന്നാണ്. 3n plus 2 എന്ന രൂപത്തിൽ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ഈ സീക്വൻസിൽ ഉണ്ടാവുന്നതിന്റെ അർത്ഥം. 3യുടെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ടാവും. 5 മുതലുള്ള നമ്പേഴ്സ് എല്ലാം അതിലുണ്ടാവും. ഇതാണ് ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ടാവും. ശരി, നമുക്ക് 3 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ ഏതൊക്കെ രൂപത്തിലാവാം എന്ന് പരിശോധിക്കാം. ഒന്ന് 3ന്റെ മൾട്ടിപ്പിൾസ് വരാം. 3n എന്ന് പറയുന്നത്, അതായത് 3, 6, 9 ഒരു നമ്പർ എങ്ങനെയാണ്? ഇത് 3n ആണ്. 3n ഇതിന്റെ ജനറൽ ഫോം 3n, 3ന്റെ മൾട്ടിപ്പിൾസ്. പിന്നുള്ളത് 1, 4, 7, 10 എക്സെട്ര എന്നുള്ള നമ്പർ. ഇതിന്റെ പ്രത്യേകത 3യുടെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതാണ്. 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. 4ന്റെ റിമൈൻഡർ 1 ആണ്. 7 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയത്. ഇനി മറ്റൊന്ന് 2, 5, 8, 11 എക്സെട്ര. നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ്. അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ്.
ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഈ 3 രൂപത്തിലെ നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ 3 എടുത്തു കഴിഞ്ഞാൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആയി. 4 എടുത്തു കഴിഞ്ഞാൽ അതിൽ വന്നു 3n + 1 ആയി. 5 എടുത്തു കഴിഞ്ഞാൽ 3n + 2 ആയി. 6 എടുത്താൽ വീണ്ടും 3 ആയി. എല്ലാ നമ്പറും ഒന്നുകിൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3n + 1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നത് അല്ലെങ്കിൽ 2 റിമൈൻഡർ കിട്ടുന്നത്. ഇങ്ങനെയേ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 3 രൂപത്തിലുള്ള നമ്പേഴ്സിന്റെയും സ്ക്വയർ ഒന്ന് കാണാം. 3യുടെ മൾട്ടിപ്പിൾ നമുക്കറിയാം 3n എന്ന രൂപത്തിൽ വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ. 3ന്റെ മൾട്ടിപ്പിളിന്റെ സ്ക്വയർ നമുക്കറിയാം 3n ഹോൾ സ്ക്വയർ. വിഭജിച്ചാൽ 9n സ്ക്വയർ എന്ന് വരും. 9n സ്ക്വയർ 3യുടെ മൾട്ടിപ്പിളിന്റെ സ്ക്വയർ. അപ്പൊ റിമൈൻഡർ 9n സ്ക്വയർ റിമൈൻഡർ പ്ലസ് 0 ആണ്. റിമൈൻഡർ ഉണ്ടാവില്ല, 0. ഇനി 3n + 1 മറ്റൊരു രൂപത്തിലുള്ള നമ്പേഴ്സ് 3n + 1 ആണ്. അതിന്റെ സ്ക്വയറോ? അപ്പോൾ x + y ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ വരും. x സ്ക്വയർ 3n സ്ക്വയർ പ്ലസ് 2 × 3n × 1 6n + 1 സ്ക്വയർ is equal to 9n സ്ക്വയർ പ്ലസ് 6n + 1 എന്ന് വരും. ഈ 9n സ്ക്വയറും 6n പരിശോധിച്ചാൽ രണ്ടിലും 3 ഉണ്ട്. അപ്പൊ 3 കോമൺ ടേം 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്ന് വരും. അതായത് 3യുടെ ഒരു മൾട്ടിപ്പിളും +1. അതായത് ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് കിട്ടുക എന്നർത്ഥം. 3n + 1 എന്ന രൂപത്തിൽ വരുന്ന ഏതൊരു നമ്പറിന്റെയും സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് 3n + 2. 3n + 2 എന്ന രൂപത്തിലുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടാൽ ഹോൾ സ്ക്വയർ ആണ് വരിക. 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3 × 2 2 × 2 4 4 × 3 12n പ്ലസ് 2 സ്ക്വയർ 4 x + y ഹോൾ സ്ക്വയർ. This is 9n സ്ക്വയർ പ്ലസ് 12n + 4. ഇത് നമുക്ക് 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 എന്ന് എഴുതാം. 4നെ 3 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ 9n സ്ക്വയറിലും 12n-ലും 3-ലും മൂന്നിലും 3 ഉണ്ട്. ആ 3 കോമൺ ആയിട്ട് എടുത്താൽ 3 × 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെയും റിമൈൻഡർ 1 ആണ്. 3യുടെ ഒരു മൾട്ടിപ്പിൾ 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ആൻസർ കിട്ടുക 3 × എന്നാണ്. ഇവിടെയും റിമൈൻഡർ 1 ആണ്, ഇവിടെയും റിമൈൻഡർ 1 ആണ്. അപ്പൊ ഏതൊരു നമ്പറിന്റെയും സ്ക്വയറിൽ വരുന്ന റിമൈൻഡർ 1 ആണ് നമ്മൾ കണ്ടു. ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ 1 ആണ് കിട്ടുക. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് xn അതായത് 5 8 11 എന്ന് പറയുന്ന സീക്വൻസിന്റെ റിമൈൻഡർ 2 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിമൈൻഡർ 2 ആണ്. മറ്റൊരു രൂപത്തിൽ നമുക്ക് പറയാം 3യുടെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ 3യുടെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നതാണ് 2 സ്ക്വയർ. അതായത് ആ രൂപത്തിലുള്ള 1 ആഡ് ചെയ്യുന്ന ഒരു നമ്പറും ഈ 3n + 2 2 ആഡ് ചെയ്യുന്ന നമ്പർ മാത്രമേ ഉണ്ടാവൂ. അതിന്റെ അർത്ഥം ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ, നോ പെർഫെക്റ്റ് സ്ക്വയർസ്, അവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഈ സീക്വൻസിൽ ഉണ്ടാവുകയില്ല എന്നതിന്റെ പ്രൂഫാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഹോൾ നമ്പേഴ്സ് ഇൻ ദി സീക്വൻസ് 11/8, 14/8 and 17/8. ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. Which are the whole numbers? Whole numbers എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സും 0യും കൂടെ ചേരുന്നതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് 0, 1, 2, 3, 4 എക്സെട്ര ഇതിനാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പർ എഴുതാനാണ് ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പർ എഴുതുന്നത്. അപ്പോൾ ഹോൾ നമ്പർ എഴുതാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതിന്റെ ഓൾജിബ്ര കാണാം. എക്സ് ഓൾജിബ്ര എന്ന് പറയുന്നത് dn + f - d.
dn plus f minus d. d എന്ന് പറയുന്നത് നമുക്കറിയാം 14/8 നിന്ന് 11/8 മൈനസ് ചെയ്താൽ 3/8 ആണ് അല്ലേ? 14/8 minus 11/8 is equal to 14 minus 11/8. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. That is 3/8 d. f is equal to 11/8. xn is equal to dn plus f minus d. 3/8n plus 11/8 minus d is equal to 3/8. That is 3/8n plus 11 minus 3 8/8. ഇതൊന്ന് മാറ്റി എഴുതിയാൽ രണ്ടിന്റെയും ഡിനോമിനേറ്റർ 8 ആണല്ലോ. അപ്പൊ ഇതിനെ 3n is equal to 3n plus 8/8 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ xn, nth ടേം അല്ലെങ്കിൽ ഓൾജിബ്ര. 3n plus 8/8. 3ന്റെ മൾട്ടിപ്പിളിനോട് 8 കൂട്ടിയത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും എന്നൊക്കെ പറയാം. 3n plus 8/8. അപ്പോ ഇത് നമുക്ക് ഇതിൽ ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് ഇതിന്റെ അർത്ഥം എന്താണ്? ഡിവൈഡഡ് ബൈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോൾ നമ്പർ കിട്ടണമെങ്കിൽ മുകളിൽ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 8 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 8 ഓൾറെഡി ഉണ്ട്. അപ്പൊ 3n എന്ന് പറയുന്നത് 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനോട് 8 കൂട്ടുമ്പോൾ അത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3n 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 3n 8ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ n is equal to 8ന്റെ മൾട്ടിപ്പിൾ ആവണം. n എന്ന് പറയുന്നത് 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. n 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3n 8ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. അതിനോട് 8 കൂട്ടുമ്പോൾ വീണ്ടും 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. അടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഡിവൈഡഡ് ബൈ 8 ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിട്ട് വരും. അപ്പൊ n is equal to 8 എന്നാണ്. ഇതാണ് ഇതിന്റെ ഓൾജിബ്ര. ഇനി ഏതൊക്കെയാണ് ഹോൾ നമ്പേഴ്സ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ n എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടി. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ equal to 3 into 8ന്റെ മൾട്ടിപ്പിൾ 8n plus 8/8 എന്ന് വരും. ഇതിനൊന്ന് ചുരുക്കി എഴുതിയാൽ 3 into 8n/8 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം പ്ലസ് 8/8. അപ്പോ 8/8 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3n പ്ലസ് 8/8 1. 3n plus 1 എന്ന് വരുന്ന എല്ലാ നമ്പറും ഇതിലുണ്ടാവും. 3n plus 1 എന്ന് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? n ന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 into 1 plus 1 4. ഒരു നമ്പർ 4 ഇതിൽ വരുന്ന നമ്പർ ആയിരിക്കും. 4 എന്ന് പറയുന്ന നമ്പർ ഹോൾ നമ്പറിൽ വരുന്നതാണ് 4 ഈ സീക്വൻസിൽ ഉണ്ടാവും. ഇനി n ന് 2 എന്ന് കൊടുത്താൽ 6 plus 1 7. അത് ഈ സീക്വൻസിൽ ഉണ്ടാവും. മറ്റൊന്ന് 3 എന്ന് കൊടുത്താൽ 9 plus 1 10. ഇതായിരിക്കും ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പറിന്റെ സീക്വൻസ് ആണ്. 4 7 10 etc. ഏതൊക്കെ ഹോൾ നമ്പേഴ്സ് റൈറ്റ് ഹോൾ നമ്പേഴ്സ് ഇൻ ദിസ് സീക്വൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോൾ നമ്പേഴ്സ് ഫസ്റ്റ് ഹോൾ നമ്പർ 4, സെക്കൻഡ് ഹോൾ നമ്പർ 7 10. ഇനി 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 into 4 12 plus 1 13. 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 16. അങ്ങനെ പോകും. ഇപ്പോൾ 4 സ്റ്റാർട്ട് ചെയ്ത് 3 കോമൺ ഡിഫറൻസ് വരുന്ന സീക്വൻസ് ആയിരിക്കും ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. യെസ്, ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ള ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കാം. താങ്ക് യു.